കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിനക്കെല്ലാം അറിയാലേ. നീ വീട്ടിലുള്ള എല്ലാവരോടും പറയുന്നതിന് മുമ്പ് നിന്നെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. ഇനി ഇവനെ വെച്ചേക്കാൻ പാടില്ല. അയ്യോ, ഇതുവരെ നടക്കാൻ പഠിച്ചില്ലേ? ഒന്ന് സൂക്ഷിച്ച് നടന്നോടെ നിനക്ക്. അയ്യോ, എന്തെങ്കിലും കണ്ടു പേടിച്ചതാണോ? എന്തിനിങ്ങനെ പേടിക്കുന്നത്? പറയേട്ടാ. എന്താ ഇങ്ങനെ? എല്ലാവരും ഇവിടെ നിൽക്കുകയാണല്ലോ. ഇവനെ തീർക്കാനും പറ്റില്ല. ഇപ്പൊ ഇവനെ കൊന്നില്ലെങ്കിൽ എല്ലാവരുടെ അടുത്ത് ഇവ സത്യങ്ങൾ വിളിച്ചു പറയും. പറയേട്ടാ, എന്താ പെട്ടെന്ന് സംഭവിച്ചത്? ആദ്യത്തെ അർജുനെ കണ്ടിട്ട് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അർജുന്റെ ദേഹത്ത് അമ്മയാണെന്ന് ഇവനെങ്ങനെ തിരിച്ചറിഞ്ഞു കാണൂ? എന്താ പറ്റിയത് ഏട്ടാ? സംസാരിക്കാൻ കഴിയുന്നില്ല ഏട്ടാ. അയ്യോ, ഇതെന്താ സംസാരിക്കാൻ കഴിയാത്ത? എന്താ പറ്റിയത് ഏട്ടാ? ഏട്ടൻ എന്താ പറ്റിയത്? ഇവനെ ഇപ്പൊ കൊല്ലേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാര്യം ഞാൻ ഇവനെ പിടിച്ച പിടിയില് ഇവന്റെ ശബ്ദം പോയിന്നാ തോന്നുന്നത്. എന്തു പറ്റി എളിയാ? എന്ത് പറ്റി? എന്തിനാ അർജുനെ പേടിക്കുന്നേ? എന്താ ഏട്ടാ? എന്താ കാണിക്കുന്നേ? എന്താ പറ്റിയെന്ന് പറ. ആദ്യത്തിന് പെട്ടെന്ന് അസുഖം വന്നല്ലോ. അർജുന്റെ നമുക്ക് പിന്നീട് നോക്കാം. എടാ രുദ്ര, നീ ആദ്യം ഡോക്ടറിന് ഫോൺ ചെയ്ത് നോക്ക്. ശരി അച്ഛാ, വേഗം വിളിക്ക്. ഡോക്ടർ സർ, നല്ലതുപോലെ ഒന്ന് വാറുന്നേ.
ഒരുപക്ഷെ പാരാലിസിസ് എന്തെങ്കിലും ആയിരിക്കോ? ഇത് പാരാലിസിസ് ഒന്നുമല്ല. പെട്ടെന്ന് ശബ്ദം എന്താ അങ്ങനെ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഷോക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം. ഇപ്പൊ ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. എന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. ശരി ഡോക്ടർ. ഈ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ശരിയാവായിരിക്കും. ആരും പേടിക്കണ്ട കേട്ടോ. കഴിക്കാനുള്ള മെഡിസിന്റെ കാര്യം ഞാൻ വാട്സപ്പ് ചെയ്യാം. അത് വാങ്ങിച്ചു കൊടുത്താൽ മതി. ആദിത്യ, മോനെ ആദിത്യ, നിനക്ക് എന്ത് പറ്റിയതാ? ആദിത്യ, ഇവൻ എന്തെങ്കിലും വരുന്നതിൽ നല്ല അർജുന്റെ ജീവൻ പോകുന്നതായിരുന്നു. എന്തൊരു കഷ്ടകാലവാ. ചത്തെന്ന് വിചാരിച്ചവൻ ജീവനോടെ വന്ന് നിൽക്കുന്നു. ബുജി, നീ എന്താടാ ഈ പറയുന്നേ? സത്യവാ ചേച്ചി, മാമന്റെ മുഖം ഉണ്ടല്ലോ, വലിയൊരു രാക്ഷസിയെ പോലെ കണ്ണാടിയിൽ ഞാൻ കണ്ടതാ. അമ്മേ, നീ ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് അച്ഛനും മുത്തശ്ശിയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അർജുൻ ഈ വീട്ടിലേക്ക് തിരികെ വന്നത് മുതൽ ഈ വീട്ടിൽ അർജുൻ കാലെടുത്ത് വെച്ചത് മുതൽ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ വളരെ പേടിപ്പിക്കുന്ന തരത്തിലാണ് അമ്മേ. എന്താ നടക്കുന്നതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ എനിക്കൊന്നും അറിയില്ല അമ്മേ. ഞങ്ങൾക്കാർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഈ പ്രശ്നങ്ങള് എന്റെ അമ്മ തന്നെ എനിക്ക് തീർപ്പാക്കണം. പ്രശ്നങ്ങള് തീർത്തു തരണം. തീർത്തു തരൂ അമ്മേ.
അർജുന്റെ രൂപത്തിലുള്ളത് അർജുനല്ല, ഒരു മന്ത്രവാദിനിയാണ്. ആ മന്ത്രവാദിനിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോ ജീവനോടെ തിരിച്ചു വന്നത് എന്റെ അർജുനാന്ന് വിചാരിച്ചത് അർജുനല്ലേ? അപ്പൊ അർജുന്റെ രൂപത്തിലുള്ളത് ആ ദുഷ്ട മന്ത്രവാദിനിയാണോ? ആ മന്ത്രവാദിനി അർജുന്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കണം. എനിക്കൊരു വഴി കാണിച്ചു തരണേ അമ്മേ. ബുജി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യവാ ചേച്ചി, മാമന്റെ മുഖം ഉണ്ടല്ലോ, ഒരു വലിയ രാക്ഷസിയെ പോലെ കണ്ണാടിയിൽ ഞാൻ കണ്ടതാ. അങ്ങനെയാണെങ്കിൽ അർജുന്റെ ശരീരത്തിൽ നിന്നും ആ മന്ത്രവാദിനെ പുറത്താക്കണമെങ്കിൽ ശ്രീചക്രം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഒരുപക്ഷെ അങ്ങനെ കൊണ്ടുവന്നാൽ ആ ദുഷ്ടശക്തിയെ എതിർത്ത് അതിനെ തകർക്കാനുള്ള കഴിവ് അതിനുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യും? വിടില്ല ഞമ്പള്. ചെയ്താൻ എവിടെ ഇരുന്നാലും ഞാൻ തുരത്തുവിടും. ഉറപ്പായും നിന്നെ ഞാൻ തുരത്തുവിടുന്നതായിരിക്കും. നമ്മുടെ അടുത്തേക്ക് വാ, നമ്മുടെ അടുത്തേക്ക് വാ ശൈത്താൻ. എവിടെ പോയാലും നിന്നെ ഞാൻ വിടില്ല. ശൈത്താനെ, ഇന്ന് നിന്റെ കഥ കഴിക്കാതെ ഞാൻ വിടില്ല നിന്നെ. നിങ്ങൾ വിളിച്ചു, നമ്മൾ വന്നു. ബാബാ, ഞാൻ എന്തുകൊണ്ടാ പെട്ടെന്ന് വരാൻ പറഞ്ഞെന്നറിയോ? പേടിക്കാതിരിക്കുക, എന്നോട് പറയൂ കാര്യങ്ങള്. ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു ദുഷ്ടശക്തിയുണ്ട്. ദയവ് ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം. അത് എത്ര വലിയ ശൈത്താനായിരുന്നാലും ശരി, കഴുത്ത് പിടിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. ആ ശൈത്താനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ശരി, വരൂ. നടന്നോളി. ഏയ് ശൈത്താനെ, ഈ വീട്ടിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? പുറത്തേക്ക് വരീം. വെളിയെ വരാൻ. വെളിയെ വരൂ ശൈത്താനെ. ഏയ് ശൈത്താൻ, ശൈത്താനെ, വെളിയെ വാ ശൈത്താനെ. ഏയ്, വെളിയിൽ വരാനാണ് ഞാൻ പറയുന്നത്. വാ. ഏയ് ശൈത്താൻ, നീ എവിടെയാണ്? അല്ലാഹു നിന്നെ വിളിക്കുന്നു, വെളിയെ വരാൻ. മോളെ ഭവാനി, ആരാ ഇവര്? നമ്മുടെ വീട്ടിൽ നല്ലത് വരാൻ വേണ്ടി ബാബയെ ഞാനാ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളി. നിങ്ങൾ താമസിക്കുന്ന ഈ വീട്ടില് വലിയൊരു ശൈത്താനുണ്ട്. ആ ശൈത്താൻ ഇവന്റെ ശരീരത്തിലാണുള്ളത്.
വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ടും ബാബ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വിളിച്ചത്? നിന്റെ ശരീരത്തിൽ ദുഷ്ടശക്തി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. ഈ ശൈത്താനെ കൊല്ലാതെ ഞാൻ വിടില്ല. പോവാൻ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിലുണ്ടല്ലോ, ഈ ശൈത്താനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഞാൻ പറയുന്നത് കേക്ക്. അല്ലാ സത്യം, ഇവിടുന്ന് പോയിക്കോളൂ നീ. ശൈത്താനെ ആദ്യം വെളിയിൽ വാ. ശൈത്താനെ വിട്. വെളിയിൽ പോ. വെളിയിൽ പോവാൻ. ശൈത്താനെ വെളിയിൽ പോ. നിനക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വെളിയിൽ പോ. വെളിയെ പോവാൻ. വെളിയെ പോ. നമ്മളെ വെളിയെ പോ. വെളിയെ പോ. ശൈത്താനെ വെളിയെ പോ. വിടാൻ. 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 ശൈത്താനെ വിടാൻ. ശൈത്താനെ വിട്. നമ്മളെ വിട്. ശൈത്താനെ ശൈത്താനെ എന്നോട് ഇങ്ങനെ കാണിച്ചു. നീ നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അല്ലാ പോയില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ നിന്നെ. പറഞ്ഞത് മനസ്സിലായോ? എന്താടി അർജുന്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് ഞാനാണെന്ന് നിനക്ക് മനസ്സിലായല്ലേ? അതുകൊണ്ടാണോടി അവനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? എന്നെ ഒഴിപ്പിച്ച് വിടാൻ വേണ്ടിട്ടായിരിക്കുമല്ലേ അവനെ വിളിച്ചത്? നീ വീട്ടിനകത്ത് പ്രവേശിക്കാൻ തന്നെ കാരണം ആ ശ്രീചക്രം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കത് മനസ്സിലായി. ആദ്യം നീ എന്റെ അർജുന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോ. പുറത്തു പോയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്ത് ചെയ്യോടി? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി? ഞാൻ നിന്റെ അർജുന്റെ ദേഹത്തുനിന്ന് പുറത്തു പോയി കഴിഞ്ഞാ എന്ത് നടക്കുമെന്ന് നിനക്കറിയോടി? ചത്തു തൊലഞ്ഞ നിന്റെ അർജുനുണ്ടല്ലോ, പിന്നെ ചാമ്പലാണ്. നീ പൂജ ചെയ്തിരുന്ന ആ നാഗദേവതയുണ്ടല്ലോ, നിന്റെ അർജുനെ കൊത്തി കൊന്നു കളഞ്ഞടി. നിന്റെ അർജുൻ ചത്തു തൊലഞ്ഞോണ്ടടി അവന്റെ ഈ നശിച്ച ദേഹത്ത് ഞാൻ കേറിക്കൂടിയത്. നിങ്ങളുടെ അർജുന്റെ ദേഹത്തുള്ളത് ഞാനാണെന്നറിയാതെ നിങ്ങളെല്ലാവരും അവൻ ജീവനോടുണ്ടെന്ന് വിശ്വസിച്ചു അല്ലേ? ആത്മാവായിട്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. ഇന്ന് നീ എന്റെ കൂടെ ആ മാണിക്യം എടുക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നേ പറ്റൂ. ഇന്ന് നീ എന്റെ കൂടെ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് വന്നാലേ എന്റെ സ്വന്തം രൂപം എനിക്ക് തിരിച്ചു കിട്ടൂ. അതിനുശേഷം നിന്റെ അർജുന്റെ ദേഹം വിട്ട് ഞാൻ പൊയ്ക്കോളാം. നാളെ ആ ക്ഷേത്രത്തില് അമൃത കലശം വെളിയിൽ വരും. ആ കലശത്തിനുള്ളിലെ അമൃത നിന്റെ അർജുന് കൊടുക്കുകയാണെങ്കിൽ ആ ചത്തുപോയ നിന്റെ അർജുൻ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ മൊത്തം കുടുംബത്തെയും ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. നീ എന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരണം. കലശത്തിനുള്ളിലെ അമൃത എനിക്ക് കുടിക്കണം. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചിരുന്ന ആ ശ്രീചക്രത്തെ എന്റെ വാക്ക് കേട്ട് നിങ്ങൾ പുറത്തു കളഞ്ഞില്ലേ? ആ ദോഷം നിങ്ങളുടെ കുടുംബത്തെ ഒരിക്കലും വിട്ടു പോവില്ല. നിന്റെ അർജുനെ തിരിച്ചു കിട്ടുന്നതിനും നിന്റെ ഈ കുടുംബത്തെ മൊത്തം രക്ഷിക്കുന്നതിനും വേണ്ടി നീ തീർച്ചയായും എന്റെ കൂടെ ആ ക്ഷേത്രത്തിലേക്ക് വന്നേ മതിയോ? എന്താടി നിനക്ക് മനസ്സിലായോ? ഈ എടുക്കുന്ന ഒരൊറ്റ തീരുമാനത്തിലാ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ജീവൻ ഇരിക്കുന്നത്.
എന്റെ ഭക്തയായ ഭവാനിക്ക് ഞാൻ കാരണം അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നത്. ഇപ്പോ ആ ദുഷ്ടശക്തി ഭവാനിയുടെ സഹായത്തോടെ ആ ക്ഷേത്രത്തിലേക്ക് കയറി ഭവാനിയുടെ ആഗ്രഹം സാധിക്കാൻ പോകുക. അത് കഴിഞ്ഞ ഭവാനി അവരെ കൊന്നുകളയും. നമുക്ക് എങ്ങനെയെങ്കിലും ഭവാനിയെ രക്ഷിക്കണം പ്രഭു. അതേ മല്ലി, നീ അർജുനെ കൊന്നതുകൊണ്ടാണ് മരണത്തിൽ കിടന്ന ഞാൻ തിരികെ വന്നത്. ഒരു ഭവാനി മാത്രമല്ല, പാരമ്പര്യമായി ആ കൃഷ്ണനാഥ പണിക്കരുടെ കുടുംബം നമ്മളെ ആ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നുണ്ടായിരുന്നു. ആ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അവരെ രക്ഷിക്കണമെങ്കിൽ ആദ്യം ആ ദുഷ്ടശക്തിയുടെ ഈ തടവിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടുന്നത് പ്രഭു? എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടേ പറ്റൂ. എന്റെ ശക്തി ഫലിക്കുന്നില്ലല്ലോ പ്രഭു. എന്റെ ശക്തിയും ഫലിക്കുന്നില്ല.